ബി.ജെ.പി. ഭരിക്കുന്ന രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണത്തിൽ പ്രതികരിക്കാതെ മുസ്ലിം സംഘടനകൾ. സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം ന്യൂനപക്ഷ പ്രീണനം ആയുധമാക്കിയ ഇടത് വലത് മുന്നണികൾക്ക് തിരിച്ചടിയാണ് കാന്തപുരത്തിന്റെ പ്രതികരണം. വിവരങ്ങളുമായി ശിവദാസ് കന്മനം തിരുവനന്തപുരത്ത് നിന്നും ശരിയാണ്. ശിവദാസ്, ഗുഡ് മോർണിംഗ്. ഇവിടെ കാന്തപുരത്തിന്റെ പ്രതികരണം ബി.ജെ.പി. ഭരിക്കുമ്പോൾ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ള ആ ഒരു പ്രതികരണം മുസ്ലിം സമൂഹം ഇരുകൈയും നീട്ടി സ്വീകരിച്ചതാണ്. കാരണം അവർക്കറിയാം ഞങ്ങൾ എത്രത്തോളം സുരക്ഷിതരാണെന്ന്. പക്ഷെ അവിടെയാണ് സമസ്ത പോലുള്ള സംഘടനകളുടെ മൗനം. ഒപ്പം ഇടത് വലത് മുന്നണികൾ ഒരു പ്രതികരണത്തിനും തയ്യാറായി. കാരണം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ആവശ്യം ഈ സുരക്ഷിതരല്ല, ന്യൂനപക്ഷങ്ങൾ ബി.ജെ.പി. സർക്കാരിന്റെ കാലത്ത് സുരക്ഷിതരല്ല എന്ന് വരുത്തി തീർക്കേണ്ടതാണ്. അതെ, കാരണം അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് വേണ്ടത്. അവർക്ക് ഏത് തരത്തിലായാലും വോട്ട് ഉറപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷെ അവിടെയാണ് സത്യം കാന്തപുരം വിളിച്ചു പറഞ്ഞത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു. അതെ 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 നമ്മൾ ഇതിനിടയിൽ ശിവദാസിനെ മറന്നുപോയത്. ശിവദാസെ, എങ്ങനെയാണ് നമുക്ക് ഇതിനെ നോക്കിക്കാണേണ്ടത് രാഷ്ട്രീയമായി കൂടി? കെ.പി. അശ്വതി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അത് മുസ്ലിം സമുദായത്തിലെ സമുന്നതനായ ഒരു നേതാവാണ്, ഒരു ആത്മീയ ആചാര്യൻ കൂടിയാണ്. അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം സത്യം തുറന്നു പറഞ്ഞത്. ഭാരതത്തിൽ മുസ്ലിങ്ങൾ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നില്ല, സുരക്ഷിതരാണ് എന്ന കാര്യം അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നത്, പ്രതികരണം നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകനും ആ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി. മറ്റു ചില ഖലീൽ ബുഖാരി തങ്ങൾ അടക്കമുള്ള മറ്റു ചില നേതാക്കളും മുസ്ലിം സംഘടനാ നേതാക്കളും അത്തരത്തിലുള്ള പ്രസ്താവനകൾ തന്നെ പിന്തുടരുന്നു. പക്ഷേ മറ്റു മുസ്ലിം സംഘടനകളൊന്നും തന്നെ ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണം നടത്തിയിട്ടില്ല. മുജാഹിദ് ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. മറ്റ് സമസ്തയോ അല്ലെങ്കിൽ മറ്റ് സുന്നി വിഭാഗങ്ങളോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടില്ല. കാരണം നമുക്കറിയാം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം ഒരു ആത്മീയ നേതാവ് കൂടിയാണ് മുസ്ലിം സംഘടനകളുടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ മുഖവിലേക്ക് എടുക്കുകയാണ് മറ്റ് സംഘടനകൾ ചെയ്യുന്നത്. അതിനെ തള്ളിക്കളയാൻ അല്ലെങ്കിൽ തള്ളിപ്പറയാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കണം. കാരണം അതിൽ വസ്തുത കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മറ്റ് സംഘടനകൾ, മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം നടത്താതിരിക്കുന്നത്. കാരണം ഭാരതത്തിൽ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ കൃത്യമായി തന്നെ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് ഇത് ബോധ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരു വിഭാഗത്തിന്, മുസ്ലിങ്ങൾക്ക് മാത്രമെന്നല്ല ഒരു തരത്തിലുള്ള ഒരു മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇവിടെ ഇല്ല. അതിൻ്റെ ഭാഗം തന്നെയാണ് മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ട ആളുകളും. അവരും സാധാരണ രീതിയിൽ തന്നെ എല്ലാവരെയും പോലെ ജീവിക്കുന്നുണ്ട്. അത് അവരുടെ അനുഭവത്തിൽ തന്നെ ഉള്ളതാണ്. ശിവദാസ് ഇപ്പോൾ മലപ്പുറത്ത് നിന്നാണ് തലസ്ഥാനത്തേക്ക് എത്തിയത്, താൽക്കാലികമായി എത്തിയിരിക്കുന്നത്. ഇപ്പോഴും മനസ്സ് കോഴിക്കോട് മലപ്പുറം തന്നെയാണ്. അവിടുത്തെ സാധാരണക്കാരുടെ പ്രതികരണങ്ങളും ഈ രീതിയിൽ തന്നെയല്ലേ? കാരണം ഞങ്ങൾ ഭയക്കുന്നില്ല, ഞങ്ങൾ സുരക്ഷിതരാണ്, കാരണം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. പക്ഷേ ആ ജനങ്ങളുടെ വിശ്വാസത്തെ കെടുത്താനുള്ള നീക്കമാണ് ഇടതും വലതും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം എന്തിനാണെന്ന്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കെ. ഒപ്പം സമസ്തയടക്കമുള്ള ആ ഒരു സംഘടനകളുടെ മൗനം എത്രത്തോളം നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് ശിവദാസ്? തീർച്ചയായും കെ.പി. സൂചിപ്പിച്ചതുപോലെ ഞാൻ മലപ്പുറത്തുകാരനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ഭൂരിപക്ഷമായ ഒരു ജില്ല കൂടിയാണ്. അവിടെ ഒരു തരത്തിലും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇല്ല. ആ മലബാറിലൊന്നും തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. അത് കൃത്യമായി തന്നെ ബോധ്യപ്പെട്ട ആളുകളും സംഘടനാ നേതാക്കളുമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ കാന്തപുരത്തിൻ്റെ ഈ ഒരു പ്രതികരണത്തിൽ കൃത്യമായി തന്നെ സമസ്ത അടക്കമുള്ള സംഘടനകൾ മൗനം പാലിക്കുന്നത്. മുസ്ലിം ലീഗ് പോലും ഈ വിഷയത്തിൽ നമ്മൾ മാധ്യമങ്ങൾ പ്രതികരണം ചോദിച്ചപ്പോൾ കൃത്യമായൊരു മറുപടിയൊന്നും തന്നെ നൽകിയിട്ടില്ല. പക്ഷേ ഇടത് വലത് മുന്നണികളെ കാന്തപുരത്തിൻ്റെ ഈ ഒരു പ്രസ്താവന വെട്ടിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് കാന്തപുരത്തിൻ്റെ ഈ ഒരു പ്രസ്താവന അത് തിരിച്ചടിയാകുമോ എന്ന ഭയം ഇരു മുന്നണികൾക്കുമുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇടത് വലത് മുന്നണികൾ കേരളത്തിൽ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിലും
എന്നിരുന്നാലും ഇപ്പോൾ തന്നെ പ്രചാരണത്തിൽ അവർ അത് ആയുധമാക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വ്യാജമായ പ്രചാരണം അവർ മുൻപത്തെ പോലെ തന്നെ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാന്തപുരത്തിൻ്റെ നിലവിൽ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു പ്രസ്താവന അത് രണ്ട് മുന്നണികൾക്കുമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടി ആയിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കവുമായി ഇപ്പോൾ അവർ മുന്നോട്ട് വരുന്നുണ്ട്. കാരണം അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് പ്രധാനമായും, അധികാരമാണ് അവരുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു പ്രചാരണവുമായി വി ഡി സതീശൻ മാത്രമാണ് ഈ വിഷയത്തിൽ നിലവിൽ അത്തരത്തിലുള്ള പ്രചാരണവുമായി രംഗത്ത് വന്നത്. അതായത് ഇത് കാന്തപുരത്തിൻ്റെത് മാത്രം ഉള്ള അഭിപ്രായമാണ്. ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനു വേണ്ടി അങ്ങനെ പറയാതിരിക്കാൻ മാർഗമില്ല. കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഇടത് നേതാക്കളും ആ രീതിയിലുള്ള പ്രതികരണവുമായാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ മറ്റ് മതസംഘടനാ നേതാക്കളൊന്നും തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. കാരണം അവർക്ക് കൃത്യമായി തന്നെ സത്യം ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നിലവിൽ നടത്താതിരിക്കുന്നത്. KP അത് തന്നെയാണ് കാന്തപുരം സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അത് പലരെയും ഭയപ്പെടുത്തുന്നുണ്ട്, ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം ഞങ്ങളുടെ വോട്ടുകൾ പോകുമോ എന്നുള്ള ഒരു സംശയം. എന്താ പറഞ്ഞേ, ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ഇവർ. അവിടെയാണ് അശ്വതി ഈ UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ പോലും BJP NDA സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നു. യോഗി ആദിത്യനാഥിൻ്റെ ആ ഒരു ജനക്ഷേമകരമായ ഭരണത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. മോദിയുടെ ജനക്ഷേമകരമായ ഭരണത്തെ ഭാരതം ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. അവിടെ എല്ലാവരും വോട്ട് ചെയ്യുന്നത് ബി ജെ പിയുടെ ആ ജനക്ഷേമ പദ്ധതികൾക്കാണ്. മോദി എന്നുള്ള ആ ഒരു വ്യക്തിയുടെ ആ ഒരു പ്രഭാവത്തിനാണ്, അദ്ദേഹത്തിലുള്ള ഒരു വിശ്വാസത്തിലാണ് അല്ലേ. പക്ഷേ അത് ഏത് തരത്തിലായാലും, അത് ഇടതായാലും വലതായാലും ഏത് തരത്തിലുള്ള ശ്രമം നടത്തിക്കഴിഞ്ഞാലും വില പോകില്ല എന്നുള്ള യാഥാർത്ഥ്യം എന്തുകൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും മനസ്സിലാക്കുന്നില്ല എന്നതാണ് പ്രസക്തമായ ചോദ്യം. തീർച്ചയായും KP അത് തന്നെയാണ്.